ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. നല്ലൊരു പലഹാരമാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ ഉള്ളി മസാലകളൊന്നും വഴറ്റി ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് വഴറ്റി അതിൻ്റെ ഒരു മസാലയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഞാനിത് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൈദപ്പൊടി കുഴച്ച് പരത്തി അങ്ങനെയൊന്നുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇന്നത്തേത് കേട്ടോ. അപ്പോൾ എന്നും പറയണ പോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഞാൻ ഫില്ലിംഗ് ആണ് കാണിക്കുന്നത്. ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതാ ഒരു കപ്പോളം നല്ല നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാബേജാണ് കേട്ടോ. നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാബേജ് ഒരു കപ്പ് എടുത്താണ്. പിന്നെ അതിൽ കുറച്ച് കുറവിൽ കുറച്ച് ക്യാരറ്റാണ് വേണ്ടിയത്. അതും ഞാൻ ഇതേപോലെ തന്നെ നല്ല നൈസായിട്ട് അരിഞ്ഞ് വെച്ചതാണ്. 3/4 കപ്പ് എടുത്താണ്. പിന്നെ ഇത് നമ്മൾ വേവിച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അത് 1.5 കപ്പാണ് ഞാൻ എടുത്തത്. ഞാനിവിടെ ഉപ്പും കുറച്ച് കറി പൗഡറും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അതൊന്ന് ചിക്കി എടുത്തത്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പാണ്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിച്ചപ്പ്. പിന്നെ വേണ്ടത് കുറച്ച് മൊസറല്ല ചീസ് ഒരു 3/4 കപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ ഫ്രഷ് ക്രീമാണ് കേട്ടോ. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം മയോണൈസ് വേണം, പ്ലെയിൻ മയോണൈസ്. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടിയ ഒരു ടേബിൾ സ്പൂൺ കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിട്ട ചീസിലും ഉപ്പുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ വേവിച്ചതിലും ഉപ്പുണ്ട്. ബാക്കി കുറഞ്ഞ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഇട്ട് പോകരുത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മളെ ഫില്ലിങ്. എളുപ്പമല്ലേ ഉണ്ടാക്കാനില്ല? നമുക്കൊന്നും ഉള്ളിയൊന്നും അരിഞ്ഞ് വഴറ്റി എടുക്കേണ്ടിയില്ല. നല്ല എളുപ്പത്തിൽ കുറച്ച് അരിയാനുണ്ട്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കുറച്ച് ബ്രെഡാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ മൈദപ്പൊടി കുഴച്ച് പരത്തൊന്നും വേണ്ട, ഈസിയാണ്. കുറച്ച് ബ്രെഡ് വാങ്ങിയാൽ മതി. അപ്പോൾ ബ്രെഡ് ആ ഒരു സൈസിലുള്ള എത്ര വലുപ്പത്തിലുള്ള ബ്രെഡാണോ നിങ്ങളുടെ കയ്യിലുള്ള അതിനനുസരിച്ചൊരു മൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കട്ടെ. ഒരു കട്ടർ പോലത്തെ അങ്ങനത്തെ എടുക്കുക. ഞാനിപ്പോൾ ഒരു കുപ്പിൻ്റെ മൂടിയാണ് എടുത്തത്. എന്നിട്ട് അത് റൗണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. എന്നിട്ട് ആ കട്ട് ചെയ്ത് വരുന്ന ബാക്കി ഭാഗമില്ല, അത് വേസ്റ്റ് ആക്കണ്ട കേട്ടോ. അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് മിക്സി പൊടിച്ചതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുത്താൽ നല്ല ബ്രെഡ് ക്രംസ് റെഡിയായി. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു പരത്തി വെച്ചിട്ടുള്ളത് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഒന്ന് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അങ്ങനെ പരത്തിയാൽ നമ്മൾ മൈദപ്പൊടി പരത്തി എടുക്കുന്ന പോലെ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പരത്തണത്. അപ്പോൾ അതാ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയതെന്ന് പറഞ്ഞാൽ കുറച്ച് മൈദപ്പൊടി. ഞാൻ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി ഒന്ന് സ്ലറി ആക്കി വെച്ചാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ അത് വെള്ളം പോലാണ് വേണ്ടിയത്, ഇതുപോലാണ് വേണ്ടിയത്. നല്ല വെള്ളം പോലെ ആക്കി വെക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കട്ടെ. അതൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് അത് വെച്ചിട്ട് തന്നെ ഒന്ന് നനച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ അത് നന്നായിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കട്ടെ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഇല്ല, അത് വെച്ച് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ ഫില്ലിങ് വെക്കുക. ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റണം കേട്ടോ. അത്രയും ഫില്ലിങ് വെച്ചാൽ മതി. ഓവറായിട്ട് പുറത്തേക്ക് വരരുത്. അപ്പോൾ അത് ഉള്ളോട്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മളൊരു അട പോലെ ഈ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ആ ഒരു ബ്രെഡ് നനച്ച് കൊടുത്തുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇതാക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഒട്ടി വരും കേട്ടോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടി വന്നോളും. അപ്പോൾ അത് കണ്ടല്ലോ, ഇതുപോലെയാണ് ഇനി ബാക്കി കംപ്ലീറ്റ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇതേ ഒരു ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഈ ഒരു അടൻ്റെ ഷേപ്പിലാണ് എടുക്കുന്നത്. ഇതുപോലെ ഇനി കംപ്ലീറ്റ് ഇതാ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ ഇത് കണ്ടില്ല, ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദൻ്റെ സ്ലറി ഇല്ല, അത് കുറച്ചധികം ഉണ്ടാക്കി എന്തിനാന്ന് വെച്ചാൽ അത് നമുക്ക് മുക്കാനുള്ളതാണ്. പിന്നെ ഞാനിവിടെ കോൺഫ്ലെക്സ് ആണ് എടുക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഇത് ബ്രെഡ് മുറിച്ച് മാറ്റിയിട്ടുള്ള അതന്നെ വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് ആയിട്ട് എടുക്കട്ടെ, പക്ഷേ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണേ. അപ്പം ഇനിയിപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യം ഓരോന്ന് എടുക്കുക. ആ ഓരോന്നും എടുത്തിട്ട് നമ്മൾ ആ ഒരു മൈദപ്പൊടി കലക്കിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് മുക്കിയതിന് ശേഷം ആ ഒരു ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ കോൺഫ്ലെക്സ് അതിലേതെങ്കിലും ഒന്ന് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നമ്മൾ ആ ഒരു മൈദപ്പൊടിൻ്റെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ അതിൽ ഇട്ടപാട് എടുക്കണം കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് കുതിർന്നു പോകരുത്. ജസ്റ്റ് ഒന്ന് മുക്കി അപ്പം തന്നെ എടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു കോൺഫ്ലെക്സിൻ്റെ ഇത് ഞാൻ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടി കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കി കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കോൺഫ്ലെക്സ് എടുത്തത്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ സാധാ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡ് ക്രംസ് എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ ഫ്രീസ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ആവശ്യമുള്ളപ്പോൾ പൊരിച്ചാൽ മതി. ഇനിയിപ്പോൾ അതാ ഞാൻ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണ ആണ് എടുത്ത്, ഏതോ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒന്നും അങ്ങനെ നമുക്ക് ഒരുപാട് വെന്ത് വരേണ്ട ഫില്ലിംഗ് ഒന്നുമല്ല. അതൊരു പച്ചക്ക് കടിക്കാൻ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം തീയിലിട്ടിട്ട് 2 ഭാഗവും ഒന്ന് മൊരിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേവാനൊന്നുമില്ല. അപ്പോൾ ഇതാ ഫസ്റ്റത്തേതായിട്ടുണ്ട്.
അപ്പോൾ അതിന് എണ്ണയിൽ നിന്ന് കോരിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുന്നത് 2, 3, 4 ഒക്കെ നിങ്ങൾ എത്ര വലുപ്പത്തിലുള്ള ചട്ടിയാണോ വെച്ചത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ അതൊരു 3 അടുത്തതിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നാവും കേട്ടോ. ഞാൻ തീയിൽ കുറച്ച് മീഡിയം തീയിലാണ് ഇട്ടത്, കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ആയി കിട്ടും. അപ്പോൾ അത് 2 ഭാഗവും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗം ഒന്ന് ക്രിസ്പി ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയും ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ചൂടോടുകൂടി കഴിക്കാനും അതുപോലെ തന്നെ ചൂടാറി കഴിഞ്ഞാലും ഒന്നും അതിൻ്റെ ടേസ്റ്റ് ഒന്നും പോകില്ല. നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. ഉണ്ടാക്കാനാണെങ്കിൽ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡിൻ്റെ സ്നാക്കാണ്. ചിക്കനൊക്കെ നമ്മളിപ്പോൾ ഇതിനായിട്ട് ഉപ്പിട്ട് വേവിക്കണം എന്നൊന്നുമില്ല. നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് അതിൽ നിന്ന് ചിക്കൻ്റെ പീസ് കുറച്ച് മാറ്റി വെച്ചാലും മതി. ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ, ഞാൻ കുറച്ച് ചീസും കൂടെ ഇട്ടതുകൊണ്ട് കുറച്ചൊരു ചീസി ആയിട്ടാണുള്ളത്. ചീസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണ്ട കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്നാക്ക് കണ്ടല്ലോ, തീരെ എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ ഈ ഒരു സ്നാക്ക്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.